അതിന് നമ്മൾ എറണാകുളത്ത് പോയിട്ട് ഗെറ്റുവർ നടത്തുന്ന ഏതാണ്ട് ദുബായിൽ പോയിട്ട് ഗെറ്റുവർ നടത്താൻ കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അതിനൊരു അവസരം ബാബുവും ദുബായിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള മറ്റെല്ലാവരും ഒരുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവരെയും കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും എല്ലാം തന്നെയുള്ള അവസരം അടുത്തു വരികയാണ്. ഞാൻ എന്റെ കൽവില് എന്നുള്ള കാര്യത്തിൽ എനിക്കത്ര പ്രസക്തി ഇല്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ വെച്ചാൽ എന്റെ കൽവിലെ തന്നെയാണ്. എന്റെ കൽവിലെ ഇവിടെ അപ്പൊ അത് 10-14 കൊല്ലം കഴിഞ്ഞ എന്റെ കൽവിലയുടെ ഒപ്പം തന്നെ. അപ്പൊ അങ്ങനെ ഇടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയും. ഞാൻ ഏതാണ്ട് 2 ദിവസം മുമ്പ് ഞാനൊരു മേഡത്തെ വിളിച്ചായിരുന്നു. 5 സ്റ്റാറിലെ ഹെഡ് ചെയ്യുന്നൊരു മേഡത്തെ വിളിച്ചായിരുന്നു. അപ്പൊ 5 സ്റ്റാറിലെ ഹെഡ് ചെയ്യുന്ന ആ മേഡത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മേഡം ഞാനിങ്ങനെ എന്നെ വർഗീസാണ്, തൃശ്ശൂരിനാവിലേക്ക് നിങ്ങൾ പ്രോഗ്രാം അറിയിക്കാൻ വിളിച്ചാണ്. അപ്പൊ ഉടനെ എന്നോട് ചോദിച്ചു, എങ്ങനെയാ പറയാതെ ഷെയർ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. പുള്ളിമാര് വല്ലതും വേണോ? അപ്പൊ അതിൽ ആകെ ഷെയറിനോട് നിങ്ങൾ എല്ലാവരും അറിയിക്കുക. അന്ന് സംഭവിച്ചപോലെ ഒരു തെറ്റിദ്ധാരണയുടെ ഒന്നും ഉണ്ടാവില്ല. അന്ന് നമ്മള് പാസിംഗ് ഔട്ട് സമയത്ത് നമ്മുടെ ബോഡി സെൻഡ് ഓഫ് പ്രോഗ്രാമോ എന്താണ് നമ്മള് എന്തെങ്കിലും പറയാം ഇറങ്ങി പോകുന്ന ഫൈനലിയർസിലേക്ക് ഗതികേടുന്നേ അങ്ങനെ ഒരു പേര് വന്നുകൊണ്ടായിരിക്കാം. പക്ഷെ തോന്നിയത് എന്നിട്ടാണ് ഞാൻ എല്ലാവരും വീണ്ടും ഞാൻ ആയിട്ട് പറയുകയാണ്, എന്റെ കല്ലിലെ ഒന്നേ ഉള്ളൂ, അത് ഇതേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ അന്വേഷിക്കാൻ വിഷമിക്കാനൊന്നുമില്ല. എന്നിരുന്നാലും ചില ഇന്നും വന്നു കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ എന്റെ സ്ഥലത്ത് തന്നെയാണ് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടത് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെയോ ജെനിയെ വിളിച്ച് ഞാൻ ലാൻഡഡ് ഇപ്പൊ കഴിഞ്ഞ 10 ദിവസം മുമ്പ് വന്നിരുന്നു. 2-3 ദിവസത്തേക്ക് വന്നാണ് വേളാങ്കണ്ണി പോകാൻ വന്നാണെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്തിട്ടാണ് പോയത്. ഇനി എന്റെ കൽവിലെ എന്നുള്ള പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ തുടങ്ങിയാണ്. You